ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റ് സ്കാനറിൽ വന്ന ഇൻട്രാഡേ സ്കാൻ റിസൾട്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. നമുക്ക് ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കിയാൽ ഒരു റോളർ കോസ്റ്റർ റൈഡർ പോലെയായിരുന്നു എന്ന് പറയാം. അതായത് ഇന്ന് രാവിലെ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് നേരെ ഒരു ഷാർപ്പ് റിവേഴ്സൽ വരികയും ഒരു സെക്കൻഡ് ഹാഫിൽ വീണ്ടും ഒരു സെൽ ഓഫ് വന്ന് ഓൾമോസ്റ്റ് ഒരു ഓപ്പണിങ്ങിന്റെ അടുത്തായിട്ടാണ് ക്ലോസ് ആയത്. ഇതിന് പല കാരണങ്ങളാണ്. അതായത് ഇന്ന് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും എല്ലാം മന്ത്ലി എക്സ്പയറി ഡേ ആയിരുന്നു. ഓപ്ഷൻ എക്സ്പയറി ഡേയിൽ ഇത് സാധാരണമായ ഒരു മൂവാണ്. പക്ഷെ ഇന്ന് തികച്ചും വിപരീതമായിട്ട് ആദ്യമേ ഒരു ഗ്യാപ് ഡൗൺ ആവുകയും തിരിച്ച് ഒരു ഷാർപ്പ് റിവേഴ്സലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ നമുക്ക് ബ്രേക്ക് പോയിന്റിൽ വന്ന ഇൻട്രാഡേ റിസൾട്ടുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കുറച്ച് സിഗ്നൽസ് കിട്ടി. നമുക്ക് അതിന്റെ സ്ഥിതി എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ നോക്കാൻ പോകുന്നത് സ്വിംഗ് ലൈവ് സ്കാനറാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് സ്വിംഗ് ലൈവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ ഒരു സ്വിംഗ് സാധാരണ സിഗ്നൽ വരുന്നത് എൻഡ് ഓഫ് ദി ഡേ ആണെങ്കിൽ നമുക്ക് ഒരു ഇൻട്രാഡേ തന്നെ ഏർലി ഒരു ബ്രേക്ക് ഔട്ട് എൻട്രി എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്വിംഗ് ലൈവ് ആക്കിയേക്കുന്നത്. ഈ സ്വിംഗ് ലൈവിൽ നമുക്ക് ഒരു ഷോർട്ട് ടേം സ്വിംഗായി നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു 5% മൂവിന് വേണ്ടിയിട്ട് അത് നമുക്ക് ചിലപ്പോൾ ഇൻട്രാഡേ തന്നെ കിട്ടിയേക്കാം. എന്നാലും ഒരു വിത്തിൻ 2 days നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ സ്കാനർ നമ്മൾ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. സോ നമുക്ക് ആദ്യം വന്ന സ്റ്റോക്ക് HEG ആയിരുന്നു. HEG കണ്ടാലറിയാം നമുക്ക് ഇതിൽ നമുക്ക് ഏകദേശം ഒരു 7% മൂവാണ് നമുക്ക് അത് കിട്ടിയേക്കുന്നത്. അത് നമുക്ക് നമ്മുടെ ഈ വന്ന ഈ പ്രൈസിൽ നിന്ന് നമുക്ക് 7% മൂവ് നമുക്ക് ഇൻട്രാഡേ തന്നെ കിട്ടി. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ സ്വിംഗ് സ്കാനറിൽ 5% ആണ്. അത് നമുക്ക് ഇൻട്രാഡേ കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഈ ചാർട്ടിൽ കാണുന്ന ഒരു മൾട്ടി ടൈം ഫ്രെയിം സെറ്റപ്പും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുള്ള ഒരു സെറ്റപ്പാണ് നമ്മൾ എൻട്രിയും എക്സിറ്റും എടുക്കാനായി പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് അത് പ്രകാരമുള്ള ഒരു ക്ലിയർ സെറ്റപ്പാണ് നമുക്ക് ഇന്ന് കിട്ടിയത് ഇതിൽ HEGയിൽ. നമ്മൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പ് റെക്കമെൻഡ് ചെയ്യുന്നു വെച്ചാൽ ഇത്തരത്തിൽ നമുക്ക് ഒരു സ്റ്റോക്ക് ഫിൽട്ടർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് വളരെ ഹൈ പ്രോബബിലിറ്റി സെറ്റപ്പ് നമുക്ക് കിട്ടുകയും വളരെ ഈസിയായി നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഈ സെറ്റപ്പിന്റെ ഇതിന്റെ വീഡിയോ നമ്മുടെ ബ്രേക്ക് പോയിന്റിന്റെ ലേൺ എക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഇൻട്രാഡേയും സ്വിങ്ങിനും വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു 3 രീതിയിലുള്ള സ്ട്രാറ്റജിയും അത് എങ്ങനെ എൻട്രി എടുക്കണം, എങ്ങനെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള ഒരു മെത്തേഡ്സും നമ്മളിതിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമുക്ക് അടുത്തത് 9:22 വന്നത് ജിയോഫിൻ ആയിരുന്നു. ജിയോഫിന് നമുക്ക് ഏകദേശം നമ്മുടെ എൻട്രി പ്രൈസിൽ നിന്ന് ഓൾമോസ്റ്റ് 2.5% മൂവ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു സ്റ്റോക്ക് വന്നാണ് കെയ്ൻസ് പറഞ്ഞ സ്റ്റോക്ക്. അത് 10.56 വന്ന സ്റ്റോക്കാണ്. ഇതിൽ നമുക്ക് നിങ്ങളിപ്പോൾ കെയ്ൻസ് നോക്കിയാൽ അറിയാം, ഇതിൽ കാണുന്നത് ഗ്ലോയിങ് ഗ്രീനിലാണ്. നമുക്ക് ഈ ഗ്ലോയിങ് ഗ്രീനും ഗ്ലോയിങ് പിങ്കിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അത് ഒരു ഹൈ പ്രോബബിലിറ്റി സ്റ്റോക്സ് ആണ്.